പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാകുന്നതിനിടയിൽ ഇറാന് ശക്തമായ മുന്നറിയിപ്പുമായി ലെബനൻ രംഗത്ത്. ലെബനന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടരുത് എന്നതാണ് ഇപ്പോൾ ഇറാന് പരസ്യമായി തന്നെ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔൺ രംഗത്ത് വന്നിരിക്കുന്നത്. അമേരിക്കയുമായുള്ള ചർച്ചകളിൽ ഇറാൻ ലെബനനെ ഒരു വെൽവെറ്റ് വിലപേശൽ ഉപകരണമായി തന്നെ ഉപയോഗിക്കുകയാണ് എന്നും ഇതൊരിക്കൽ പോലും അംഗീകരിക്കാനാകില്ല എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യയും ലെബനനും തമ്മിലുള്ള വാക്പോര് പുതിയ തലത്തിലേക്ക് ഇവിടെ കടക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഹിസ്ബുള്ളയുടെ ഭാവി, ഇസ്രായേലുമായുള്ള സംഘർഷം, അമേരിക്ക ഇറാൻ ബന്ധം എന്നിവയെല്ലാം തന്നെ ഈ പുതിയ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ വീണ്ടും ചർച്ചയാവുകയാണ്. പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ പുതിയ മാറ്റങ്ങൾക്ക് ഈ ഏറ്റുമുട്ടലുകൾ വഴിയൊരുക്കുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് എന്നതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇവിടെ നൽകിയ ഒരു അഭിമുഖത്തിനിടയിൽ ലെബനൻ പ്രസിഡന്റ് തന്റെ നിലപാട് വ്യക്തമായി തന്നെ അറിയിച്ചിരിക്കുന്നത്. അമേരിക്കയുമായുള്ള ചർച്ചകളിലും പ്രാദേശിക രാഷ്ട്രീയ സമവാക്യങ്ങളിലും ഇറാൻ ലെബനനെ ഒരു വിലപേശൽ ഉപകരണമായി മാത്രമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് എന്നതും അദ്ദേഹം ഗുരുതരമായ ആരോപണമായി ഉന്നയിച്ചു. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സിനെ നേരിട്ട് അഭിസംബോധന ചെയ്യുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഇത്തരം ഒരു പരാമർശം നടത്തിയിരിക്കുന്നത്. ലെബനന്റെ പരമാധികാരവും ദേശീയ താല്പര്യങ്ങളും ഒരു വിദേശ ശക്തിയുടെയും രാഷ്ട്രീയ അജണ്ടകൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്നും അതോടൊപ്പം തന്നെ ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ള സംഘടനയും ലെബനൻ പ്രസിഡന്റ് നിർണായക ഒരു സന്ദേശമാണ് കൈമാറിയിരിക്കുന്നത്. നിലവിൽ ഇസ്രായേലുമായുള്ള സംഘർഷം പരിഹരിക്കാൻ സൈനിക മാർഗങ്ങളല്ല, നയതന്ത്രപരമായ ചർച്ചകളാണ് ഏക പോംവഴി എന്നും അദ്ദേഹം ഇവിടെ ഓർമ്മിപ്പിച്ചു. ലെബനൻ വീണ്ടും ഒരു വലിയ യുദ്ധ ഭൂമിയായി തന്നെ മാറാൻ അനുവദിക്കില്ല എന്നും രാജ്യത്തിന്റെ സുരക്ഷയും സ്ഥിരതയും സംരക്ഷിക്കേണ്ടത് പ്രധാന ലക്ഷ്യമാണ് എന്നും അദ്ദേഹം പറയുന്നു. ഈ പരാമർശങ്ങൾ പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. കാരണം വർഷങ്ങളായി തന്നെ ലെബനനിലെ രാഷ്ട്രീയത്തിലും സുരക്ഷാ മേഖലയിലും ഇറാൻ നിർണായക സ്വാധീനം ചെലുത്തുവെന്നു എന്നതാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ ചില അറബ് രാഷ്ട്രങ്ങളടക്കം ആരോപണം ഉന്നയിക്കുന്നത്. അതേസമയം ലെബനൻ പ്രസിഡന്റിന്റെ വിമർശനത്തിന് മറുപടിയായി ഇറാനും രംഗത്തെത്തി. അത് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ പ്രതികരിച്ച ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി മേഖലയിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കുക എന്നതാണ് ഇറാന്റെ ലക്ഷ്യമെന്നതായിരുന്നു അവകാശപ്പെട്ടത്. ലെബനനുമായുള്ള ബന്ധം പരസ്പരം ബഹുമാനത്തിന്റെയും സഹകരണത്തിന്റെയും അടിസ്ഥാനത്തിലാണ് എന്നും വ്യക്തമാക്കി. എന്നാൽ ഈ പ്രസ്താവനകൾക്ക് പിന്നാലെ തന്നെ പശ്ചിമേഷ്യയിലെ നയതന്ത്ര ചർച്ചകൾ കൂടുതൽ സങ്കീർണമായതായാണ് വിലയിരുത്തൽ പുറത്തുവരുന്നത്. അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ, ഹിസ്ബുള്ള, ലെബനൻ എന്നിവരുമായി തന്നെ ബന്ധപ്പെട്ട സുരക്ഷാ പ്രശ്നങ്ങൾ ഇതിനോടകം തന്നെ അതീവ സങ്കീർണ ഘട്ടത്തിലൂടെയാണ് കടക്കുന്നത്. ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔണിന്റെ ഈ പ്രസ്താവന ഒരു സാധാരണ നയതന്ത്ര പ്രതികരണം എന്നതിലുപരി, അല്ലെങ്കിൽ അതിനോടായി തന്നെ വിശേഷിപ്പിക്കുകയാണ്. മറിച്ച് ലെബനന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വിദേശ ഇടപെടലുകൾക്കെതിരായ ശക്തമായ സന്ദേശമാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം യുദ്ധത്തിൽ ജനങ്ങൾ മടുത്തു, യുദ്ധം അവസാനിച്ച് ചർച്ചകളുടെ വഴി അല്ലാതെ മറ്റൊരു വഴി ഹിസ്ബുള്ളയ്ക്ക് മുന്നിൽ ഇല്ല എന്നും ബാക്കിയുള്ളതിനെയെങ്കിലും രക്ഷിക്കാൻ നയതന്ത്രം അനിവാര്യമാണ്. ലെബനനിലെ ഭൂരിഭാഗം ജനങ്ങളും ഒരു യുദ്ധത്തിൽ മടുത്തു കഴിഞ്ഞിരിക്കുകയാണ് എന്നതാണ് മറ്റൊരു വിലയിരുത്തൽ. പ്രസിഡന്റ് ജോസഫ് ഔൺ ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുകയാണ്. ഏപ്രിൽ 17 പ്രഖ്യാപിച്ച വെടിനിർത്തൽ ഇരുഭാഗവും ഇതുവരെയും ഇവിടെ പാലിച്ചിട്ടില്ല. ഇസ്രായേലിന് ലെബനനെ പൂർണ്ണമായും തകർക്കാൻ കഴിഞ്ഞേക്കുമെങ്കിൽ പോലും അവരുടെ ലക്ഷ്യങ്ങൾ ഒരിക്കലും നേടാനാകില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗാസയിൽ ഇസ്രായേൽ ഇതിനെപ്പറ്റി നോക്കിയിട്ടും ഹമാസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അതുപോലെ തന്നെ 1975 മുതൽ 1990 കാലഘട്ടത്തിൽ ആഭ്യന്തര യുദ്ധത്തിനു ശേഷം ആയുധം ഉപേക്ഷിക്കാൻ തയ്യാറാകാത്ത ലെബനനെ ഏക സായുധ സംഘടന എന്നതാണ് ഹിസ്ബുള്ളയെ വിശേഷിപ്പിക്കുന്നത്. തെക്കൻ മേഖലയിലെ ഇസ്രായേൽ അധിനിവേശത്തിനെതിരെ പോരാടാനാണ് ആയുധങ്ങൾ കൈവശം വെച്ചിരിക്കുന്നത് എന്നതാണ് അവരുടെ വാദം. അതേപോലെ തന്നെ ഇസ്രായേൽ തങ്ങളുടെ സൈന്യത്തെ പിൻവലിക്കുകയും ഗുരുതര രീതിയിൽ ശത്രുത അവസാനിപ്പിക്കുകയും ചെയ്യാൻ മാത്രമേ ഹിസ്ബുള്ളയുടെ ആയുധങ്ങൾ വെച്ച് താഴ്ത്താൻ രാജ്യത്തിന് സാധിക്കൂ എന്നതാണ് ഇതിലൂടെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.